അമേരിക്കയിൽ ഡൊണാൾഡ് ട്രംപിന്റെ പരിഷ്കാരങ്ങൾ അത് ലോകമെമ്പാടും വലിയ ചർച്ചയാണ്. പല ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളെ പ്രതിസന്ധിയിലാക്കുന്ന പല പരിഷ്കാരങ്ങളിലേക്ക് പ്രസിഡന്റ് കടന്നിട്ടുണ്ട്. പക്ഷേ ഇന്നലെ അവിടുത്തെ പൗരത്വ നിയമമൊക്കെ ബന്ധപ്പെട്ട് കോടതിയുടെ ചില ഇടപെടലുകളൊക്കെ ഉണ്ടായിരുന്നു. ഡൊണാൾഡ് ട്രംപും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി ഇതിനിടയിൽ ചർച്ചയ്ക്ക് വഴി തെളിയുന്നു എന്നുള്ള വിവരം കൂടി പുറത്തു വരുന്നുണ്ട്. യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാൻ റഷ്യ മുൻകൈ എടുത്തില്ലെങ്കിൽ റഷ്യയ്ക്ക് മേൽ ഉപരോധം ഏർപ്പെടുത്തുമെന്ന ട്രംപിന്റെ പ്രസ്താവനയ്ക്ക് പിന്നാലെ ചർച്ചയ്ക്ക് തയ്യാറാണെന്ന പുടിന്റെ സൂചന അത് വളരെ സവിശേഷമായ ഒരു സാഹചര്യം ആ മേഖലയിൽ സൃഷ്ടിച്ചിട്ടുണ്ട്. ചുമതലയേൽക്കും മുമ്പ് ഇസ്രയേൽ ഹമാസ് യുദ്ധം അവസാനിപ്പിക്കുമെന്ന വാക്കുപാലിച്ചാണ് ഡൊണാൾഡ് ട്രംപ് അമേരിക്കൻ പ്രസിഡന്റ് സ്ഥാനം ഏറ്റെടുത്തത്. അടുത്ത ലക്ഷ്യം യുക്രൈൻ റഷ്യ യുദ്ധം അവസാനിപ്പിക്കലാണെന്നും ട്രംപ് വ്യക്തമാക്കിയിരുന്നു. എന്നാൽ റഷ്യയുടെ സുരക്ഷയെ ബാധിക്കുന്ന വിഷയമായതിനാൽ യുദ്ധം അവസാനിപ്പിക്കുക സാധ്യമല്ലെന്ന് പുടിൻ വ്യക്തമാക്കി. ചർച്ചയ്ക്ക് പിന്നിൽ പുടിന്റെ ലക്ഷ്യം യുക്രൈൻ യുദ്ധവുമായി ബന്ധപ്പെട്ടതാണെങ്കിലും ആണവ നിരായുധീകരണ വിഷയമാണ് പ്രധാനമായും ഉന്നയിക്കുന്നത്. ദാവോസിൽ വേൾഡ് എക്കണോമിക്സ് ഫോറത്തിൽ പങ്കെടുത്ത ട്രംപ് ആഗോള എണ്ണവില കുറച്ചാൽ യുദ്ധം അവസാനിക്കുമെന്ന് പറഞ്ഞിരുന്നു. യുക്രൈനുമായുള്ള യുദ്ധവും എണ്ണവിലയുമായി ബന്ധമില്ലെന്നാണ് റഷ്യയുടെ മറുപടി. റഷ്യയുടെ അഭിപ്രായം കേൾക്കാൻ അമേരിക്കയും യൂറോപ്യൻ യൂണിയനും തയ്യാറാകാത്തതാണ് പ്രശ്നങ്ങൾക്കു കാരണമെന്നും പ്രതികരണം. ചർച്ചയ്ക്ക് തയ്യാറാണെന്ന പുടിന്റെ സൂചനയ്ക്ക് പിന്നിൽ ഭീഷണിക്കൊപ്പം ചർച്ചാ സാധ്യതയും തുറന്നിട്ട ട്രംപിന്റെ പ്രതികരണമാണെന്നും വിലയിരുത്തുന്നു. രണ്ടാം ലോക മഹായുദ്ധത്തിൽ അമേരിക്കയെ സഹായിച്ച രാജ്യമാണ് റഷ്യയെന്നും പുടിനുമായി നല്ല ബന്ധമാണ് തനിക്കുള്ളതെന്നും പറഞ്ഞ ട്രംപ് പക്ഷേ യുദ്ധം തുടർന്നാൽ ഉപരോധത്തിലേക്ക് നീങ്ങുകയല്ലാതെ മറ്റു വഴിയില്ലെന്നും കൂട്ടിച്ചേർത്തു. യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി മാലാഖയല്ലെന്നുകൂടി ട്രംപ് പ്രതികരിച്ചു. ട്രംപിന്റെ തന്ത്രപരമായ നീക്കത്തിന്റെ ഫലമാണ് ചർച്ചയ്ക്ക് വഴിതെളിക്കുന്നതെന്നും നിരീക്ഷകർ കരുതുന്നു. ഇന്റർനാഷണൽ ഡെസ്ക്, ന്യൂസ് 18.